സാറ് പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ താടി ശരിക്കും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ഷത്തിൽ 2 സൈഡിലും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടായിരുന്നു. വയറ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ഒരു ഷേപ്പിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ അതിപ്പം ഈ ഇതേ രീതി പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരും ഇപ്പം എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഫുഡ് ക്രമീകരിക്കുന്നുണ്ടോ, എന്ത് ചെയ്തിട്ടാണ് ഒരു ബോഡി ഷേപ്പ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു മാറ്റം. മറ്റുള്ളവർ പറഞ്ഞ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മാറ്റം. പിന്നെ നമ്മൾ ബോഡിയുടെ നമ്മൾ പുറത്തേക്കുള്ളതിലേ ഉപരിയായിട്ട് നമ്മുടെ മൈൻഡിൽ വന്നേക്കുന്ന ഒരു മാറ്റം, അതാണ് ശരിക്കും നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മെന്റൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം, ഞാനൊരു കൗൺസിലറും കൂടെ ആയതുകൊണ്ട് മെന്റൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പൊതുസമൂഹം. അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഹാപ്പിനെസ് കൂടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റമുണ്ട്. വൈകുന്നേരം ആണെങ്കിലും നമ്മൾ ഒരുപാട് ഫോണിലൊന്നും നോക്കി ഇരിക്കേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്ത് ഫുൾ വിയർത്ത് കഴിയുമ്പോൾ നമ്മൾ ബോഡി, പിന്നെ നമ്മൾ പോയി കിടക്കുമ്പോൾ കൃത്യസമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതാണ് അത് വലിയ. അല്ലെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ നോക്കി കാരണം പെട്ടെന്ന് നമ്മൾ ഉറങ്ങും. പിന്നെ നമുക്കൊരു റെഗുലർ ഒരു രീതി നമുക്കായിട്ടുണ്ട്.